പിതാവായ ദൈവത്തിനും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി. കൃപാസനത്തിലൂടെ ഓൺലൈൻ ഉടമ്പടി എടുത്തതിലൂടെ ലഭിച്ച അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ പേര് അധീന സരൺ ആൻ്റണി. ഞാൻ പള്ളിക്കുട്ടുമ്മ ഫാത്തിമ മാതാ ഇടവകയിൽ നിന്ന് വരുന്നു. കഴിഞ്ഞ 7 വർഷങ്ങളായിട്ട് ഞാൻ ന്യൂയോർക്ക് USA താമസിക്കുന്നത്. ഞാനൊരു ഡെൻറ്റിസ്റ്റാണ്. ഇന്ത്യയിൽ 2015 ഞാൻ ഗ്രാജുവേറ്റ് ആയത്. എന്നിട്ട് ഞാൻ അവിടുന്ന് US പോയി. 2011 ഞാൻ ആദ്യമായിട്ട് അമേരിക്കയിലേക്ക് പോകുന്നത്. അപ്പം ഈ കോഴ്സ് കഴിഞ്ഞാൽ ഏതായാലും അവിടെ സെറ്റിൽ ആവാനായിരുന്നു എൻ്റെ പ്ലാൻ. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു ഈ ഡെൻറ്റിസ്ട്രി എന്ന ഓപ്ഷൻ ഒരു റോങ് ചോയ്സ് ആയിപ്പോയി. കാരണം നേഴ്സിംഗ് പോലെ അല്ല, അത്ര ഈസി അല്ല അവിടെ പോയിട്ട് ഇതിന് ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. വളരെ പ്രയാസമാണ് എല്ലാവരും പറഞ്ഞു. ഈവൻ എൻ്റെ പ്രൊഫസേഴ്സ് വരെ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഈ കോഴ്സ് കണ്ടിന്യൂ ചെയ്യുന്നത്, ഇത് സ്റ്റോപ്പ് ചെയ്തുകൂടെ, അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി. അപ്പം ഞാൻ ചെയ്യുന്നതിലൊന്നും ഒരർത്ഥമില്ലാത്ത പോലെ ആയിപ്പോയി. പക്ഷെ എന്നാലും ഞാൻ തുടങ്ങി വെച്ചതല്ലേ എന്ന് വെച്ചിട്ട് അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്കിത് തുടങ്ങാം, ഏതായാലും ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2015 പാസ് ഔട്ടായി. 2016 ഡിസംബറിൽ പാസ് ഔട്ടായി. 2016 ജാനുവരിയിൽ ഞാൻ US പോയി. ആദ്യത്തെ 1 വർഷം എനിക്ക് എന്ത് ചെയ്യണം എന്ന് പോലും അറിയില്ലായിരുന്നു. കാരണം എനിക്ക് ആരെയും പരിചയമില്ല. ആരോടെങ്കിലും ഈ ഡെൻറ്റിസ്ട്രി കഴിഞ്ഞ് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അവർ പറയും, അത് ഭയങ്കര പ്രയാസമാണ്, നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ഫീൽഡ് നോക്ക്, നേഴ്സിംഗ് എന്തെങ്കിലും പഠിക്കുക. അപ്പോൾ എനിക്കത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിരുന്നില്ല. കാരണം ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായത്. അപ്പോൾ എനിക്ക് അതിൽ തന്നെ ജോലി ലഭിക്കണമെന്നായിരുന്നു. പിന്നെ ഒരു വർഷത്തോളം ഞാൻ ഓൺലൈൻ റിസർച്ചൊക്കെ ചെയ്ത് കുറച്ച് ഇൻഫോർമേഷൻസൊക്കെ ഞാൻ ഗ്യാദർ ചെയ്തു. അപ്പം അറിഞ്ഞു 2 എക്സാംസ് ഉണ്ട്, നാഷണൽ ബോർഡ് ഡെൻ്റൽ എക്സാമിനേഷൻസ് പാർട്ട് 1 പാർട്ട് 2. അത് വളരെ പ്രയാസമുള്ള എക്സാമാണ്. പാർട്ട് 1 8 മണിക്കൂറിൻ്റെ എക്സാമും പാർട്ട് 2 13 മണിക്കൂറിൻ്റെ എക്സാമുമാണ്. അത് രണ്ടും ഞാൻ പാസ്സായി. അന്ന് കൃപാസനത്തിനെ പറ്റിയൊന്നും അറിയില്ല, പക്ഷേ ഞാൻ ഒത്തിരി മാതാവിനോട് ഈശോയോടൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ആ അനുഗ്രഹത്തിലാണ് ഞാൻ പാസ്സായത്. എൻ്റെ കഴിവുകൊണ്ടൊന്നുമല്ല. പിന്നെ ടോഫൽ എന്ന് പറഞ്ഞൊരു കടമയുണ്ടായിരുന്നു. IELTS പോലെ USA ഒരു ലാംഗ്വേജ് പ്രൊഫഷൻസി എക്സാമാണ്. അതിനും എനിക്ക് നല്ല സ്കോർ കിട്ടി. അത് കഴിഞ്ഞിട്ടാണ് എനിക്കപ്പോൾ ബേസിക് റിക്വയർമെൻറ്റ്സ് ആയി ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. അപ്പോഴാണ് റിയൽ സ്ട്രഗിൾ തുടങ്ങുന്നത്. കാരണം അമേരിക്കയിൽ ഈ ഇൻ്റർനാഷണൽ ഡെൻറ്റിസ്റ്റിന് വേണ്ടി ഒരു 250 സീറ്റേ ഉള്ളൂ ഓൾ ഓവർ അമേരിക്ക. അപ്പോൾ ഈ അമേരിക്ക പോലൊരു രാജ്യത്തേക്ക് ഈ ലോകത്തിൽ നിന്ന് എല്ലാ ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ഇൻ്റർനാഷണൽ ഡെൻറ്റിസ്റ്റ് ഒത്തിരി ഉണ്ട് അവിടെ, എല്ലാവരും അപ്ലൈ ചെയ്യും. അപ്പോൾ 1000 ആപ്ലിക്കേഷൻസ് ഓരോ ഇയറും ചെല്ലും. അപ്പോൾ ഒരു സൈക്കിൾ ഓപ്പൺ ആവും, മാർച്ചിലാവും. അപ്പോൾ ഞാൻ എല്ലാ റിക്വയർമെൻറ്റ്സ് ആയിട്ടും എനിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഒരു പേടിയായിരുന്നു. കാരണം എനിക്ക് മെറിറ്റ് ഇല്ല എന്നൊരു ടെൻഷനായിരുന്നു. കാരണം ആർക്കെങ്കിലും ഒരു അഡ്മിഷൻ കിട്ടിയെന്ന് ഞാൻ കേൾക്കുന്നത് എല്ലാവരും സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സും മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവരും, അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി പ്രൊഫൈലുള്ളവർക്ക്. അപ്പോൾ എനിക്ക് ഏറ്റവും ബേസിക് റിക്വയർമെൻറ്റ്സും എൻ്റെ പ്രൊഫൈൽ വളരെ ബേസിക് ആയിരുന്നു. അപ്പം അങ്ങനെ എന്നോട് എപ്പോഴും എൻ്റെ അമ്മയും അനിയത്തിയും കൃപാസനത്തിൽ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുള്ളൂ. അവരെപ്പോഴും ഇതിനെപ്പറ്റി സംസാരിക്കുമായിരുന്നു. പക്ഷെ ഞാൻ അത്രയ്ക്ക് ശ്രദ്ധിച്ചില്ല. പക്ഷെ അവരുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ എപ്പോഴും TV ഈ സാക്ഷ്യങ്ങളാണ് അവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചു. അങ്ങനെ പതുക്കെ ഞാൻ ഈ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. പിന്നെ അത് ഭയങ്കര ഇൻട്രസ്റ്റായി എനിക്ക്. പിന്നെ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോഴും ജോലി ചെയ്യുമ്പോഴും എന്ത് ചെയ്താലും ഈ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ഈ ചൊവ്വാഴ്ചത്തെ ധ്യാനങ്ങളും ഒക്കെ കേട്ട് അപ്പോൾ എനിക്കൊരു വിശ്വാസം വർദ്ധിച്ചു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോഴും ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ അപ്ലൈ ചെയ്തു. ഓഗസ്റ്റ് 31 ലാസ്റ്റ് ഡേ ആപ്ലിക്കേഷൻ്റെ. ഞാൻ ഓഗസ്റ്റ് 30 രാത്രി അപ്ലൈ ചെയ്തു. ഒരു പ്രതീക്ഷയില്ലായിരുന്നു, പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. 2 ആഴ്ച കഴിഞ്ഞ് എനിക്കൊരു കോളേജിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂ ഇൻവൈറ്റ് വന്നു. അപ്പോൾ ഇൻ്റർവ്യൂ എന്നൊരു കടമയുണ്ട്. ഇൻ്റർവ്യൂവും കഴിഞ്ഞ് അതും പാസ്സായാലേ നമ്മൾ എടുക്കത്തുള്ളൂ. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. ഇത്രയും പേരുടെ അടുത്തു നിന്ന് എനിക്കൊരു ഇൻ്റർവ്യൂ ഇൻവൈറ്റ് എങ്കിലും കിട്ടിയല്ലോ എന്നോർത്ത്. അപ്പോൾ എന്നോട് അമ്മയൊക്കെ പറഞ്ഞു, ഇത് മാതാവ് ഇടപെട്ടതാ, ഞാൻ ഉടമ്പടി എടുത്താൽ എനിക്ക് ഉറപ്പായും കിട്ടുമെന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായി. അല്ലെങ്കിൽ എനിക്ക് എന്താണെങ്കിലും ഈ ലാസ്റ്റ് മിനിറ്റ് അപ്ലൈ ചെയ്താൽ എനിക്കൊരിക്കലും അങ്ങനെ ഒരു കോള് വരേണ്ടതല്ല. അങ്ങനെ ഞാൻ സെപ്റ്റംബർ 10 ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഉപ്പും കൃപാസനത്തിലെ ഉപ്പും ഉടമ്പടി പത്രവുമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എപ്പോഴും എൻ്റെ ബാഗിൽ ഈ പത്രവും ഉപ്പും കാണും. എന്നിട്ട് ഞാൻ ഈ കോളേജിലേക്ക് ഫ്ലൈറ്റിലാണ് പോയത്. അവിടെ ഇരുന്ന് എപ്പോഴും പ്രതീക്ഷീകരണ പ്രാർത്ഥനയും കൊന്ത ചെല്ലും, വിശ്വാസ പ്രമാണം ചെല്ലും. പിന്നെ കോളേജിലേക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് ഉപ്പ് വേദറി ആരും ചവിട്ടാത്തൊരു സ്ഥലത്ത്.
പിന്നെ എൻ്റെ കയ്യിൽ എപ്പോഴും ഉപ്പുണ്ടായിരുന്നു. കോൺഫറൻസ് ഹാളിൽ ഞങ്ങളെല്ലാവരും ഇരുന്നു. ഏകദേശം 8 പേരുണ്ടായിരുന്നു. അങ്ങനെ ഒരു 3 ബാച്ച് അന്ന് തന്നെ ഉണ്ടായിരുന്നു. 10 സീറ്റുകളെ ഉണ്ടായിരുന്നുള്ളൂ ആ കോളേജിൽ. 5 സീറ്റ് ഓൾറെഡി ഫില്ലായിരുന്നു. ബാക്കി 5 സീറ്റിന് വേണ്ടി അവർ ഏകദേശം 30 പേരെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവരെയൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു ആദ്യം ഒരു ടെൻഷൻ വന്നു. പക്ഷേ പിന്നെ ഞാൻ പ്രാർത്ഥിച്ചത് മാറി. കാരണം എല്ലാവരും സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ്, മാസ്റ്റേഴ്സ് ഉള്ളവരൊക്കെ. അപ്പോൾ ഞാനാണ് അവിടെ ഒരു ബേസിക് പ്രൊഫൈലുള്ള ഒരാൾ. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. അവരുടെ പ്രസൻസ് കാണിക്കാനും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും ഒക്കെ അവർ വളരെ ആക്റ്റീവായിട്ടിരുന്നു. പക്ഷേ ഒന്നിലും ശ്രദ്ധിച്ചില്ല. ഞാൻ അവിടെ ഒരു സൈഡിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ എനിക്ക് ഭാഗ്യത്തിനൊരു ഇന്ത്യൻ പ്രൊഫസറിനെയാണ് എനിക്ക് ഇൻ്റർവ്യൂറായിട്ട് കിട്ടിയത്. അപ്പോൾ ഇൻ്റർവ്യൂ നന്നായി കഴിഞ്ഞു. എങ്കിലും എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു അറിയില്ല. പക്ഷേ എനിക്ക് എന്തോ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഇത് മാതാവിൻ്റെ ഒരു പദ്ധതിയാണെന്നുള്ളത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു 3 വീക്സ് എടുക്കും ഇതിൻ്റെ റിസൾട്ട് കിട്ടാൻ എന്ന് പറഞ്ഞു പോയി. ഞാൻ വീട്ടിൽ പോയി. പക്ഷേ സമയ ചുരുക്കത്തിൻ്റെ മാതാവ് ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ, ഒരു വെള്ളിയാഴ്ചയായിരുന്നു ഇൻ്റർവ്യൂ, അടുത്ത വെള്ളിയാഴ്ച രാവിലെ എൻ്റെ ഫോൺ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തു. ഞാൻ ഒരു ലൈറ്റ് കണ്ടു. ഞാൻ നോക്കിയപ്പോൾ ഒരു ഇമെയിലിൽ എനിക്ക് അക്സെപ്റ്റൻസ് കിട്ടി എന്നും പറഞ്ഞ് എനിക്കൊരു ഇമെയിലാണ് വന്നത്. 3 ആഴ്ച എന്ന് പറഞ്ഞിടത്ത് എനിക്ക് ഒരാഴ്ച കൊണ്ട് അക്സെപ്റ്റൻസ് കിട്ടി. ഞാൻ 7 വർഷം വെയിറ്റ് ചെയ്തിരുന്നതാണ്. ഉടമ്പടി എടുത്ത് 3 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ അഡ്മിഷൻ കിട്ടി. മാതാവിന് ഒത്തിരി നന്ദി. പിന്നെ എൻ്റെ അനിയത്തിയുടെ കല്യാണം കുറേ വർഷങ്ങളായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ടും കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു, നടക്കുന്നില്ലായിരുന്നു പല കാരണങ്ങൾ. അപ്പോൾ വീട്ടിലെല്ലാവർക്കും വളരെ വിഷമമായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ വന്ന് ജനുവരിയിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എന്നിട്ടൊരു ഡേറ്റ് ഇട്ടു, മെയ് അവസാനത്തേക്ക് നടത്താം. എന്നിട്ട് പറഞ്ഞു മാതാവ്, ഞങ്ങളൊരു ഡേറ്റ് ഇട്ടു, ഇനി മാതാവ് ഡേറ്റ് ഇട്ട് നടത്തിക്കോ എന്ന് പറഞ്ഞു. ചില സാഹചര്യങ്ങൾ കൊണ്ട് പെട്ടെന്ന് നടത്തേണ്ടി വന്നു. ഞങ്ങൾ ഈ മാർച്ച് 29-നായിരുന്നു കല്യാണം. ഈ മിനിഞ്ഞാന്ന് അരമനയിൽ നിന്ന് സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് ഞങ്ങൾ 2 ആഴ്ച ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ വിവാഹം, ആ കല്യാണത്തിന് പ്രിപ്പയർ ചെയ്യാൻ. പക്ഷേ ഏറ്റവും ഭംഗിയായി നടന്നു. മാതാവിന് ഈശോയ്ക്ക് 1000 നന്ദി. വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ചു തീരും മുൻപേ ഞാനത് കേൾക്കും. വിശുദ്ധ ഗ്രന്ഥത്തിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 65-ാം അധ്യായം 24-ാം തിരുവചനമാണ്. തൻ്റെ BDS 7 വർഷമായി BDS ഗ്രാജുവേറ്റ് ആയത് 2015-ലാണ്. എന്നാൽ ഒരു ഡെൻറ്റിസ്റ്റായിട്ട് അവിടെ USA പ്രാക്ടീസ് ചെയ്യാനായിട്ട് അങ്ങോട്ട് പോയി. പക്ഷേ അവിടെ എക്സാം ഉണ്ട്, അതിൻ്റെ ഡീറ്റെയിലൊക്കെ നാം കേട്ട് കഴിഞ്ഞതാണ്. ഓൾ ഓവർ വേൾഡാണ് അവിടെ വരിക, USA. അപ്പോൾ ലോകത്തിലുള്ള എല്ലാ ഡെൻറ്റിസ്റ്റുകൾക്കും ഉള്ള ആപ്ലിക്കേഷൻ അതിൻ്റെ ഒരു ഭാഗമാവുക എന്നുള്ളതാണ് അഥീനയെ സംബന്ധിച്ചുണ്ടായിരുന്നത്. അപ്പോഴതിനൊക്കെ വളരെ ആയിരക്കണക്കിന്, അത് 10,000-കണക്കിന് എന്നുള്ള രീതിയിൽ അവിടെ ആപ്ലിക്കേഷൻസ് വരുമ്പോൾ അതിൽ ഒരു വ്യക്തിയെ, ഇവിടെ നിന്നുള്ള ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് അത് തീർച്ചയായും ഉടമ്പടിയുടേത് മാത്രമാണ്. ഉടമ്പടിയിലൂടെ മാത്രം വരുന്ന ഒരു സെലക്ഷനായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുക.